ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ ആകാശത്ത് നിന്ന് തന്നെ നിർവീര്യമാക്കുകയാണ് ഇന്ത്യ. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ആകാശ യുദ്ധത്തിൽ പാകിസ്ഥാൻ തൊടുത്തുവിട്ട നിരവധി മിസൈലുകളും ഡ്രോണുകളും നിലം തൊടാതെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വന്തമാക്കിയ അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണവും ചെറുത്തുനിൽപ്പും. ഇതിൽ തദ്ദേശീയമായി നിർമ്മിച്ചവയും റഷ്യയും ഇസ്രായേൽ നിർമ്മിത ആയുധങ്ങളും ഉണ്ടായിരുന്നു. സൈന്യത്തിനും ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങൾക്കും നേരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ തകർത്തത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പാകിസ്ഥാൻ രണ്ട് ഘട്ടങ്ങളിലായി ഇന്ത്യയുടെ വിവിധ നഗരങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണത്തിന് തുനിഞ്ഞിരുന്നതാണ്. ആദ്യ ആക്രമണ പരമ്പര രാജ്യത്തിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള 15 നഗരങ്ങളെയും, രണ്ടാമത്തേത് ജമ്മു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കാശ്മീരിന്റെ മറ്റു ഭാഗങ്ങളും പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ചണ്ഡീഗഡിലെയും അതിർത്തി ജില്ലകളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. ആദ്യ ആക്രമണത്തിന് മറുപടിയായി ലാഹോർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തി. റഡാറുകളുടെയും കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളുടെയും സംയോജിത ശൃംഖല കണ്ടെത്തിക്കൊണ്ട് ട്രാക്ക് ചെയ്തതിനു ശേഷം വരുന്ന ഭീഷണികളെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം റഷ്യൻ നിർമ്മിത S-400 ട്രയംസ് വ്യോമ പ്രതിരോധ സംവിധാനം, തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് ഉപരിതല വിമാന മിസൈലുകൾ, വിവിധതരം ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ, മറ്റ് പ്രതിരോധ നടപടികൾ എന്നിവ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് വാങ്ങിയ ഹാരോബ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പാകിസ്ഥാനിലെ വ്യോമ പ്രതിരോധ ശൃംഖലകളെ ലക്ഷ്യം വെക്കാൻ വിന്യസിച്ചു. ഹാരോബ് ഒരു കാമിക്കോസ് ഡ്രോൺ അല്ലെങ്കിൽ ചാവർ ഡ്രോൺ ആണ്. 2018 ഒക്ടോബറിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് 39,000 കോടി രൂപയ്ക്ക് 5 യൂണിറ്റ് S-400 മിസൈൽ സംവിധാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ല വ്യോമ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ 400 കിലോമീറ്റർ വരെ ദൂരത്തിൽ നശിപ്പിക്കാൻ S-400 കഴിയും. 3 യൂണിറ്റ് ഇതിനോടകം തന്നെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യ ഉക്രൈനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ബാക്കിയുള്ള 2 വൈകുകയാണ്. വ്യോമസേനയുടെ ശേഷിയിൽ ഗണ്യമായ കൂട്ടിച്ചേർക്കലാണ് S-400. ഈ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ വിവിധ ഉയരങ്ങളിലും റേഞ്ച് ബാൻഡുകളിലുമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാനും ട്രാക്ക് ചെയ്യുവാനും ഇടപഴകുവാനും അനുവദിക്കുന്ന സംയോജിത റഡാറുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ മിസൈലുകൾ എന്നിവയുമുണ്ട്. താഴ്ന്ന റഡാർ ക്രൂസ് സെഷൻ ഏരിയയിൽ ടാർഗറ്റുകളെ തടസ്സപ്പെടുത്തുവാൻ കഴിവുള്ള ആകാശ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം വരുന്ന ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായും വിന്യസിച്ചിരുന്നു. പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും സംയോജിത കൗണ്ടർ US ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കി. ഗ്രിഡും സംവിധാനങ്ങളും വ്യോമവിരുദ്ധ ആയുധങ്ങൾ, സെൻസറുകൾ, റഡാറുകൾ, വരുന്ന ഭീഷണികളെ പരാജയപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ് സ്കിൽ നടപടികൾ എന്നിവയെല്ലാം തന്നെ സംയോജിത ശൃംഖലയെ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന്റെ ഫലമായി പാകിസ്ഥാൻ ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലുമുള്ള വ്യോമ പ്രതിരോധ റഡാറുകളുടെയും സംവിധാനങ്ങൾ ലക്ഷ്യം വെക്കാനായി ഇന്ത്യൻ സൈന്യം ഹാരോപ്പ് ഉപയോഗിച്ചത്. മണിക്കൂറുകളോളം പറക്കാൻ കഴിയുന്ന കാമിക്കാസെ ഡ്രോൺ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡസ് പോസ്റ്ററുകൾ, വെടിമരുന്ന് സംഭരണികൾ, വിവിധ ഡിപ്പോകൾ എന്നിവ ഉൾപ്പെടെ ഉയർന്ന ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയും. മെയ് 7 രാത്രി പാകിസ്ഥാൻ ലക്ഷ്യമിട്ട നഗരങ്ങളിൽ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട, അമൃത്സർ, കപൂർതല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ബതിന്ദ, ചണ്ഡീഗഡ്, നാൽ, ഹലോഡി, ഉത്തരലൈ, ഭുജ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ നഗരങ്ങളിലാണ് യുദ്ധവിമാനങ്ങൾ, സൈനിക ഗതാഗത വിമാനങ്ങൾ, നിരവധി സൈനിക സൗകര്യങ്ങൾ, ആസ്ഥാനങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ബുധനാഴ്ച ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു. പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. ഇതിനായി പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുന്ന വാർഹെഡുകളും ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്തു. റാഫേൽ യുദ്ധവിമാന പൈലറ്റുമാർക്ക് സ്റ്റാൻഡ് ഓഫ് റേഞ്ചുകളിൽ നിന്ന് കര ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ അനുവദിക്കുന്ന സ്കാൽപ് ഡിപ്പ് സ്ട്രൈക്ക് ക്രൂയിസ് മിസൈലുകൾ, ഹാമർ സ്മാർട്ട് വെപ്പൺ സിസ്റ്റം, ഗൈഡഡ് ബോംബ് കിറ്റുകൾ, എക്സാലിബർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കുന്ന M777 ഹോവിറ്റ്സറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കാമിക്കാസെ ഡ്രോണുകളും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അതിനിടെ തന്നെ വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ നാവികസേന അറേബ്യൻ കടലിൽ പാകിസ്ഥാനെ 1-ലധികം ലക്ഷ്യങ്ങൾക്കെതിരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഓപ്പറേഷൻ നടത്തിയതായി വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ഇന്ന് പുലർച്ചെയോടെ ജമ്മുവിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഇന്നലെ രാത്രിയിലെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കറാച്ചിയിൽ ഉൾപ്പെടെ കനത്ത തിരിച്ചടി നൽകിയിരുന്നു. പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമ പ്രതിരോധ റഡാറുകളുടെയും സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യൻ തിരിച്ചടി. ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് നേരെ വീണ്ടും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഈ ഡ്രോണുകളും തകർത്തതായി ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. സത്താരി, സാംബ, RS പുര, അർണിയ എന്നിവിടങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം.
എന്നാൽ ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ വഴിയും ഗ്രിഡ് S-400 ട്രയംസ്, ബറാക്കേറ്റ് MRSAM തുടങ്ങിയ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഇന്ത്യ പാക് ആക്രമണത്തെ നിർവീര്യമാക്കി. അതിനിടെ പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. പഞ്ചാബിലെയും രാജസ്ഥാനിലെയും വിവിധ ഇടങ്ങളിലും ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പഞ്ചാബിലെ അമൃത്സർ, ജലന്ധർ, ഗുരുദാസ്പൂർ, തരൺ, ഹോഷിയാപൂർ, പത്താൻകോട്ട, ഫിറോസ്പൂർ, ഫാസിൽക്ക, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലാണ് ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായതോടെ ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് ഒരു പരിധിയും തടസ്സമാകില്ല എന്ന അത്തരം പ്രതികരണങ്ങൾക്ക് രാഷ്ട്രം പൂർണ്ണമായും തയ്യാറാണ് എന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞുവെച്ചു. ഇന്ത്യ എപ്പോഴും ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രത്തിന്റെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും ഉയർന്ന സംയമനം പാലിക്കുന്നുണ്ട് എന്നും സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിശ്വസിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. എന്നാൽ ഈ സംയമനം ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ കർശനമായ നടപടി നേരിടേണ്ടി വരും. ഭാവിയിലും അത്തരത്തിലുള്ള ഉത്തരവാദിത്ത പ്രതികരണങ്ങൾക്ക് തങ്ങൾ പൂർണ്ണമായും തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു.